ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരങ്ങളിൽ ചായയുടെ കടിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു 3 പീസ് കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ഹോളുള്ള ഗ്രേറ്റർ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ 3 പീസ് കപ്പയും ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കപ്പയിൽ അത്യാവശ്യം നന്നായിട്ട് സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളം ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒരരിപ്പയിൽ ഇതുപോലെ ഒന്ന് ഊറ്റി വെക്കാം. അല്ലെങ്കിൽ വെള്ളം കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞാലും മതി. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നിറയെ വേണ്ട കേട്ടോ. 1/2 ടീസ്പൂണിൻ്റെ താഴെ മതിയാവും. ആ ഒരു അളവിലേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള കപ്പയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പൊടി ആയതുകൊണ്ട്. അപ്പോൾ പൊടിയിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വേറെ 1/2 കപ്പ് പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചിലപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നാൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കയ്യിലേക്ക് കുറേശ്ശെ വെള്ളമാക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കയ്യിൽ വെള്ളമാക്കിയിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഓരോ ഉരുളയാക്കി എടുക്കാം. ഇനി ഞാനിത് ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ഉരുളയും വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ ഒന്ന് വെള്ളത്തിൽ വെച്ച് നനച്ചതിന് ശേഷം വേണം കേട്ടോ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലുള്ള പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാഴയിലയുടെ ഒരു സൈഡ് ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വാഴയിലയുടെ സൈഡ് ഇതുപോലെ പെട്ടെന്ന് ഒന്ന് വാടി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വാഴയില മാറ്റിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. തിരിച്ചു മറിച്ചും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ആക്കി കൊടുക്കാം. നെയ്യ് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലും കൂടെ അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം നമുക്കിതെടുക്കാം.
അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. കപ്പ വെച്ചിട്ടുള്ള ഒരു അപ്പം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കറിയും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പം ഇനി എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്